വേറൊരു ഡേയും കൂടിയാണ്. അന്ന് ഞങ്ങൾ മേമ കോഴിക്കോട്ടേക്ക് പോവാണ്. സാഡ് ഡേ ആണ്. ഇതാണ് ഞങ്ങളുടെ ഇളയ മോൾ. പേരെന്താ ഇവളുടെ? ഇതാണ് ഞങ്ങളുടെ മൂത്ത മോൾ. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ മോൾ. ഹായ് പോന്നു. യാത്ര പറയാൻ അയ്യോ വരും. പക്ഷെ നമ്മളെവിടെ ചിരി വരും. മാമോട് യാത്ര പറയും. ബേബി മാമി പോവാ. ബേബി മാമി പോവാ. ബേബിക്ക് റൂം കൊടുത്തേ. അച്ചിയുടെ കൂടെ പോവാ. ബേബിക്ക് റൂം കൊടുക്ക്. നമ്മളെവിടെയാ പോകുന്നത്? ബേബിക്ക് റൂം കൊടുത്തേ. ബേബി ആണെങ്കിൽ ചൂട്ടിരും. ടാറ്റ പറയും. See you. ഇപ്പുറത്തെ മാമിക്ക് കൊടുക്കണ്ടേ? മാമിക്ക് കൊടുക്കണ്ടേ? ചേച്ചി ഉമ്മ വെച്ചിട്ട് അപ്പൊ മാമിക്ക് കൊടുക്കണ്ടേ? ഓക്കെ. അച്ചക്കുമ്മല്ലേ? അച്ചക്കുണ്ടാ? കൊണ്ടുപോകുന്നില്ലല്ലോ. നമ്മോട് അച്ഛ വരാട്ടാ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. കുറേ നാളായല്ലോ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് വോയിസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ബോറായി, ലാഗായെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഞങ്ങൾ മേമ ഇന്ന് കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ മൊമെൻറ്റുകളൊക്കെ ഉണ്ടാകാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ ഇരിക്കട്ടെ ഈ വോയിസുകളൊക്കെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് തൊട്ടാണ് ഇനി വോയിസ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷൂട്ട് ഡേ ആണ്. കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാണ്ടായിരുന്നതുകൊണ്ട് നമ്മളിവിടെ പെരിന്തൽമണ്ണ ഹൈലൈറ്റ് മോളിലാണ്. അപ്പോൾ ഷൂട്ടിന് റിസോർട്ടിലേക്ക് എത്താൻ പറഞ്ഞ ടൈം 1 മണിയായിരുന്നു കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹറിബറി ആയിരുന്നു. പക്ഷേ ഫുഡ് കിട്ടാൻ അവർക്ക് ഉണ്ടാക്കാനുള്ളൊരു ടൈം വേണമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് ബലൂൺ കിട്ടിയതുകൊണ്ട് അവരങ്ങനെ കളിച്ച് നടന്നു. എനിക്ക് നല്ല വിശന്ന് വയറ് കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലോഡഡ് ഫ്രൈസും അതുപോലെ പിസ്സ മാർഗരീറ്റ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ശോകം ഫുഡായിരുന്നു കേട്ടോ. പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം ചീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടും. പക്ഷേ ക്വാളിറ്റി വൈസ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ചീസിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുപോലെ പിസ്സയുടെ ഡവ് ഒന്നും ഒരു പുളിപ്പ് രുചി അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു കേട്ടോ. പക്ഷേ വിശപ്പിൻ്റെ വിളി നല്ല വന്നതുകൊണ്ടും ഓർഡർ ചെയ്യാൻ വേറെ ടൈം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ തന്നെ അതെല്ലാം ഫുള്ള് തീർത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടുന്ന് പെരിന്തൽമണ്ണ ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടുന്ന് റിസോർട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് കുറച്ച് ടൈം നമുക്ക് അലവ് തന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ചെക്ക് ഔട്ടിൻ്റെ സമയത്ത് റൂംസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക്. അപ്പോൾ ചെക്ക് ഔട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കിൻ്റെ സമയം ആവുന്നവരെ ആ ഒരു ടൈം മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആകെ ഒരു 15 മിനിറ്റ് ഒരു റൂം, അങ്ങനെ 2 റൂമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള റോഡും കാഴ്ചകളൊക്കെയാണ് അങ്ങോട്ട് പോകുമ്പോൾ കാണാനുള്ളത്. പക്ഷെ നട്ടുച്ച സമയമായതുകൊണ്ട് കണ്ണൊക്കെ നല്ല മഞ്ഞളിച്ചിട്ടായിരുന്നു നമ്മൾ പോയിരുന്നത് കേട്ടോ. പക്ഷെ പോകുന്ന വഴിയൊക്കെ നല്ല റോഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ റിസോർട്ടിലൊക്കെ എത്തിയിട്ടോ. ഞങ്ങൾ പോയിട്ട് വേഗം സെറ്റാക്കിയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ.
കാരണം ടൈമില്ല. നമ്മളിവിടെ എത്തിയപ്പം അറൗണ്ട് ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടിയിൽ 3 ടൈപ്പ് ഓഫ് കോട്ടേജാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ 2 കോട്ടേജ് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ കോട്ടേജിലും അറൗണ്ട് ഒരു 15 മിനിറ്റ്സ് അത്ര നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂംസുകളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് മേലേക്കൊന്നും പോകാനും കാര്യങ്ങളൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മേലെ ഉണ്ട്, അപ്സ്റ്റെയറും ഉണ്ട് അതിൻ്റെ റൂം. പക്ഷേ എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ, നല്ലൊരു ആംബിയൻസ് ആണ്. ഗ്ലാസിൻ്റെ ആണ്. നല്ല ചൂടുണ്ടായിരുന്നു ശരിക്കും. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആയിരുന്നു ശരിക്കും വരാൻ പറ്റും നല്ല കറക്റ്റ് ടൈമിങ്. പക്ഷെ നമുക്ക് അലോ ചെയ്തതും നമുക്ക് കിട്ടിയ ടൈമിങ്ങും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്തപ്പോഴേക്കും നമ്മൾ ഫോട്ടോഗ്രാഫർ ചേട്ടനും എത്തി. വേറെ ആരുമല്ല, അക്ബറാണ്. അക്ബർ ബ്ലർ ആർട്സ്. അവർ മലപ്പുറം ബേസ്ഡ് ആണ്. അപ്പോൾ ഈ നോമ്പിനിടയിലും ഈ നട്ടുച്ച സമയത്ത് ഷൂട്ടിന് വന്നതിന് അവളോട് ഒത്തിരി നന്ദി പറയണം. ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ഈ വീഡിയോയിൽ പറയണം കേട്ടോ. അങ്ങനെ ഒരു കോട്ടേജിൽ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ അടുത്ത കോട്ടേജിലേക്ക് കേട്ടോ. ഇത് കുറച്ച് നല്ല പണിയായിരുന്നു കേട്ടോ, കാരണം നല്ല സ്റ്റെയർ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇച്ചിരി സ്റ്റെയർ ഉണ്ട്. ഇത് പക്ഷേ കുഞ്ഞി സ്റ്റെയറുകളായിരുന്നു കേട്ടോ. പക്ഷെ ഇതിന് മേലേക്കുള്ള സ്റ്റെയർ വളരെ ശോകാവസ്ഥയായിരുന്നു എനിക്ക്. നല്ല വലിയ വലിയ സ്റ്റെപ്പുകളായിരുന്നു. പിന്നെ 9ാം മാസം ഒക്കെ ആയല്ലോ എന്ന് വിചാരിച്ച് ധൈര്യം സംഭരിച്ച് ഞാനങ്ങ് സ്റ്റെപ്പ് കയറി കേട്ടോ. ഈ കോട്ടേജ് അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ആദ്യത്തെ കോട്ടേജിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമായത് ഇതായിരുന്നു. അങ്ങനെ അവിടുത്തെയും ഒരു 15 മിനിറ്റ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാനായി. അപ്പോൾ ജിംബു ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കോമൺ പൂളും ഉണ്ട്, പിന്നെ പ്രൈവറ്റ് ഈ കോട്ടേജിന് പൂളുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കൂടുതൽ എനിക്ക് നോക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. സമയം 2:30 കേട്ടോ. ആ സമയത്താണ് പൂളിലിറങ്ങണമെന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാനുള്ള അവസ്ഥ അവർക്കറിയില്ലല്ലോ. അവർക്ക് ചൂടാണോ തണുപ്പാണോ, അവർക്ക് എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഇന്നത്തെ ഷൂട്ടും ഇന്നലത്തെ യാത്രയും അതുപോലെ മിനിങ്ങാന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അതൊക്കെ ആയപ്പം ഭയങ്കര എനിക്ക് കാലൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റാത്ത വിധം അത്രയും പെയിൻഫുൾ ആയിരുന്നു കേട്ടോ. കാലിലൊക്കെ നീര് നല്ല കൂടിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യം വിനിച്ചേട്ടൻ എന്നുള്ളൊരാളുള്ളത് കൊണ്ട് ആൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ ബാഗുകളും ഒക്കെ പിടിക്കാനൊക്കെ ആണെങ്കിൽ ആൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടി വന്നു. അങ്ങനെ ഇങ്ങനെ 1-2 മാസം അത്ര ആഗ്രഹിച്ചൊരു എൻ്റെ ഒരു ആഗ്രഹം നടന്നു. എൻ്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങളെല്ലാവരും ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ ഒട്ടും നടക്കില്ല എന്ന് വിചാരിച്ചു. കാരണം 2 ദിവസം മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്നും നടക്കില്ല. കാരണം ഇനി ബേബി എത്തിപ്പോയി, ഇനി ബേബി വന്നു കഴിഞ്ഞിട്ട് ബേബി ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ ലാസ്റ്റ്. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒറ്റ ദിവസം, ഈ ഒരു ദിവസം മാത്രമേ പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ നാളെ തൊട്ട് ജിംബുവിന് എക്സാമാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിനിച്ചേട്ടന തിരക്കുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസമല്ല, ഒരു ഹാഫ് ഡേ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഈ ഷൂട്ടിനായിട്ട്. പക്ഷെ അത് നടന്നു. എന്താ ഞാൻ ശരിക്കും മക്കൾക്കും എക്സ്ട്രാ 2-3 ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല. ആകെ ഒരു ഡ്രസ്സ് മാത്രമേ അവർക്ക് മാറ്റാൻ പറ്റിയുള്ളൂ കേട്ടോ. കാരണം എനിക്ക് തന്നെ ഒരു കോട്ടേജിൽ
ഞാനാണല്ലോ ഒരു ഇമ്പോർട്ടൻ്റ് ആളിതിൽ. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സ് മാറി അടുത്ത കോട്ടേജിൽ പോയിട്ട് അടുത്ത ഡ്രസ്സ് മാറിയപ്പോഴേക്കും എൻ്റെ ഊപ്പാടൊക്കെ ഫുള്ള് തീർന്നു കേട്ടോ. ലാസ്റ്റ് ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ വേറെ ഒന്നും മാറ്റണ്ട, ഇത് തന്നെ മതി എന്നും പറഞ്ഞ് മക്കൾക്ക് അത് തന്നെ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ പേയ്മെൻ്റൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിനിടയിൽ ഇവർ രണ്ടുപേരും കൂടെ നല്ല തൊട്ട പൊള്ളുന്ന ചൂടായിരുന്നു. അവിടെ ഇരുന്ന് കിഡ്സ് പാർക്കിലിരുന്ന് അത്യാവശ്യം അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഔട്ട്ഡോർ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല വെയിലായതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കിയതേ ഇല്ല കേട്ടോ. ഇനി എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണെന്നുള്ളത് എന്തായാലും നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഫാമിലി ആയിട്ട് വരണം, അപ്പോഴാണ് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ, കാരണം ഈ മലയുടെ ടോപ്പ് ഭാഗമായതുകൊണ്ട് പെരിന്തൽമണ്ണ സിറ്റി അങ്ങനെ മുഴുവനായിട്ടും കാണാൻ പറ്റുന്നൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് നമ്മളെ മേമേനെ കാണാൻ പറ്റിയിട്ടോ, കാരണം നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെയായിരുന്നു അവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വാമീനെ വീണ്ടും കാണാൻ പറ്റിയിട്ടോ. പക്ഷേ ആൾ കരഞ്ഞതൊന്നുമില്ല, കാരണം ആളും യാത്ര ചെയ്യായതുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ. പപ്പ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാർക്കിലേക്ക് കൊണ്ടുപോകും. പോണം. അപ്പോൾ ഒരു പാർക്കിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും ഇടയ്ക്കിടയ്ക്ക്. അപ്പം അത്രയും എപ്പോഴും കൊണ്ടുപോകും അപ്പൂനെ പാർക്കിലേക്ക്. പപ്പ രാവിലെ പാർക്കിൽ പോകുമ്പോ അപ്പവും പാർക്കിൽ പോകും. പപ്പ പാർക്കിലേക്ക് പോവില്ല, അപ്പ പാർക്കിലേക്ക് പോകും ഗൈസ്, എന്നും പോവും. അല്ലപ്പോ അതാണ് കാര്യം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിംബു ചെമ്മാപ്പള്ളിക്ക് പോകുന്ന ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ചെമ്മാപ്പള്ളിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങളുടെ ജിംബുക്കുട്ടനും യാത്രയായി. അപ്പൂസം നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അപ്പു എണീക്കുന്നതിന് മുന്നേ തന്നെ അവർ വിടാമെന്ന് പറഞ്ഞിട്ട് അവർ വൈകുന്നേരം തന്നെ നമ്മൾ വേഗം പറഞ്ഞു വിട്ടു കേട്ടോ, അല്ലെങ്കിൽ ഒരു രാത്രി പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ നമ്മൾ ജിംബുക്കുട്ടനെ നാളെ തൊട്ട് എക്സാം തുടങ്ങുക കേട്ടോ. നാളെ തൊട്ട് 23-ാം തീയതി വരെ അവർക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ജിംബു പോകുന്നതിന് മുന്നേ പറഞ്ഞ ആകെ ഒരു കാര്യം, അമ്മ ഞാൻ വരുന്നവരെ പ്രസവിക്കരുത്, ഞാൻ വന്നിട്ട് പ്രസവിക്കാൻ പോകാമെന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ജിംബു ചേച്ചിയും അച്ചക്കുട്ടനെ യാത്രയായി. അങ്ങനെ പോകുന്ന സമയത്താണ് കേട്ടോ ഓർമ്മ വന്ന് ജിംബു ചാമ്പയ്ക്ക വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഓരോ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചാമ്പയ്ക്ക പൊട്ടിക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല കളറായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവർ ഒരു വെള്ള കളറാകുമ്പോൾ തന്നെ ഇവർ പൊട്ടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പക്ഷേ നല്ല പിങ്ക് കളറായിട്ടുള്ള ചാമ്പയ്ക്ക നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു കൈ നിറയെ ചാമ്പയ്ക്ക കൊടുത്തു. അപ്പോൾ അവൾ നല്ല ഹാപ്പി, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പക്ഷേ അത്ര പുളി വലിയ താല്പര്യമില്ല. എൻ്റെ ഫസ്റ്റ് ട്രിമസ്റ്ററിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുളി, പക്ഷേ എനിക്കിപ്പോൾ ഒന്നും പുളി കഴിക്കാനേ പറ്റില്ല, അത്രയും പല്ല് വരെ പുളിക്കും ഇതൊക്കെ കാണുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഭയങ്കര ശോകമൂകമായിരിക്കും വീട്ടിൽ, കാരണം മക്കളെല്ലാവരും കൂടെ പോകുമ്പോൾ ജിംബ് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു 3/4 ഭാഗം ബഹളം തീരും കേട്ടോ. പിന്നെ വാമിയും കൂടെ ഇല്ലാതാകുമ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ആരും ഇല്ല, ഞാനും അമ്മയും അപ്പവും പപ്പയും മാത്രം. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു അമ്മമേമേനെ കിട്ടുന്നതുകൊണ്ട് ഒരു ആശ്വാസം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.